പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 2 പേജ് നമ്പർ 44 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ യൂണിറ്റ്സ് ഡിജിറ്റ് ഇൻ ദ വാല്യൂ ഓഫ് 2^224 ഡിവൈഡഡ് ബൈ 4^32. ഇവിടെ നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2^2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ട് യൂണിറ്റ് ഡിജിറ്റിലെ നമ്പർ എന്താണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ 2^224 ഡിവൈഡഡ് ബൈ 4^32 ആണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2^224 ഡിവൈഡഡ് ബൈ ഹിൻഡിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 4നെ നമുക്ക് 2^2 എന്ന് എഴുതാം. അപ്പോൾ 4ന് പകരം ഞാനിവിടെ 2^2 എന്ന് എഴുതി. ദ ഹോൾ റേസ് ടു 32 ഇസ് ഈക്വൽ ടു എന്ത് വരും? 2^224 ഡിവൈഡഡ് ബൈ ഇതെന്തായി? ഇതേത് ഐഡൻറ്റിറ്റിയാണ്? a⁻m ദ ഹോൾ റേസ് ടു n എന്ത് വരും? a⁻m ഇൻറ്റു n. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 2 × 32 ദാറ്റ് ഈസ് 64. അപ്പോൾ 2^64 എന്ന് എഴുതാം. ഇതിപ്പോൾ ഏത് ഫോമിലാണ്? a⁻m ഡിവൈഡഡ് ബൈ a⁻n. അതെന്താണ്? a⁻m-n. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 2^224 മൈനസ് 64. എമ്മിനെ നമുക്കിവിടെ 224 എന്നും എന്നിനെ 64 എടുത്താൽ 224 മൈനസ് 64 ഇസ് ഈക്വൽ ടു 2^224 മൈനസ് 64 ഈസ് 160. അപ്പോൾ ഇവിടെ നമുക്ക് 2^160 എന്ന് നമുക്ക് കിട്ടി. ഈ 2^160 എന്ന് പറയുന്ന ഈ നമ്പറിനകത്ത് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ, അതായത് വൺസിൻ്റെ പ്ലേസിൽ വരുന്ന ആ ഒരു നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 2^1 എന്ന് വെച്ചാൽ എന്താ? 2 × 1 ദാറ്റ് ഈസ് 2. യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. അടുത്തത് 2^2 ദാറ്റ് ഈസ് 4. യൂണിറ്റ് ഡിജിറ്റ് ഈസ് 4. അടുത്തത് 2^3 ദാറ്റ് ഈസ് 8. 2^4 വരുമ്പോഴോ ദാറ്റ് ഈസ് 8 × 2 16. അപ്പോൾ വൺസിൻ്റെ ഡിജിറ്റിൽ 6 വന്നു, അതായത് യൂണിറ്റ് ഡിജിറ്റിൽ 6 വന്നു. ഇനി 2^5 ദാറ്റ് ഈസ് ഈ 16ൻ്റെ കൂടെ ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതായത് 2വിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32. ഇപ്പോൾ ഇവിടെ യൂണിറ്റ് ഡിജിറ്റിൽ 2 ആയി. ഇനി 2^6 എടുത്താലോ? ഒരു 2ഉം കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 64. ഇനി 2^7 എടുത്താലോ? 64നെ ഒരു 2ഉം കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 128 എന്ന് കിട്ടും. ഇപ്പോൾ ഇതാ ഇവിടെ യൂണിറ്റ് ഡിജിറ്റിൽ നമുക്ക് 2 ആണ് കിട്ടിയത്. ഇവിടെ നമുക്ക് 4 കിട്ടി, ഇവിടെ 8 കിട്ടി, ഇവിടെ 6 കിട്ടി, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 8. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ഓരോ 4 ടൈംസ് കഴിയുമ്പോഴും എന്ത് ചെയ്ത് വരുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ? 2 4 8 6, വീണ്ടും 2 4 8 6, അങ്ങനെ ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴും ഇവിടെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? 4ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നിടത്തെല്ലാം സെയിം ആയിരിക്കും. അതായത് ഇവിടെ 6 വന്നു അല്ലേ? അപ്പോൾ ഇനി അടുത്ത 4 കഴിയുമ്പം വീണ്ടും 6 ആയിരിക്കും. അടുത്ത 4 സ്റ്റെപ്പ് കഴിയുമ്പം വീണ്ടും 6 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 160 എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ? അല്ലേ? 4 × 40 ചെയ്താൽ 160 കിട്ടും. അപ്പോൾ 2^160 എടുത്താൽ എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റിൽ വരിക? 6 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഹിയർ ദ പാറ്റേൺ റിപ്പീറ്റ്സ് ആഫ്റ്റർ എവരി 4 സ്റ്റെപ്സ്. സോ the unit digit of 2^160 is same as that of 2^4, which is 6. മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്? അപ്പോൾ ഇവിടെ ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ
160 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പം 2⁻160യുടെ യൂണിറ്റ്സ് ഡിജിറ്റിലും എന്ത് തന്നെ വരും? 6 തന്നെയായിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. Next, question number 2. There are 5 bottles in a container. Every day a new container is brought in. How many bottles would be there after 40 days? അപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് 5 ബോട്ടിൽസ് ഉണ്ട്. എല്ലാ ദിവസവും ഒരു പുതിയ കണ്ടെയ്നർ വീതം കൊണ്ടുവരും. അപ്പോൾ ആ 40 ദിവസങ്ങൾ കഴിയുമ്പോൾ എത്ര ബോട്ടിൽസ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് 5 ബോട്ടിലാണ്. എല്ലാ ദിവസവും ഓരോ പുതിയ കണ്ടെയ്നർ കൊണ്ടുവരും. 40 ദിവസം കഴിയുമ്പോൾ ഉള്ള ബോട്ടിൽസിൻ്റെ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ബോട്ടിൽ, അതായത് 40 ദിവസം കഴിയുമ്പോൾ അപ്പോൾ എത്ര കണ്ടെയ്നർ കാണും? 40 ദിവസം കഴിയുമ്പോൾ 40 കണ്ടെയ്നേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 40 കണ്ടെയ്നേഴ്സിലെ നമ്പർ ഓഫ് ബോട്ടിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കണ്ടെയ്നറിൽ 5 ബോട്ടിൽ. അപ്പോൾ 40 കണ്ടെയ്നറിൽ 40 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? നമ്പർ ഓഫ് ബോട്ടിൽസ് ഇൻ എ കണ്ടെയ്നർ is equal to 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബോട്ടിൽസ് ഇൻ 40 കണ്ടെയ്നേഴ്സ് is equal to എന്തായിരിക്കും? ഒരു കണ്ടെയ്നറിൽ 5 ആണ്. അപ്പോൾ 40ലെ കണ്ടുപിടിക്കാൻ 5 × 40 is equal to 200 bottles. Therefore, there would be 200 bottles after 40 days. അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങളിവിടെ എഴുതിക്കോണേ. Therefore, there would be 200 bottles after 40 days.